കടലിൽ അച്ഛനെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു മകളെ കേട്ടാലറയ്ക്കുന്ന അശ്ലീല വാക്കുകൾ കൊണ്ടും ക്രൂരമായ സൈബർ ആക്രമണം കൊണ്ടും വേട്ടയാടുകയാണ് കോൺഗ്രസിന്റെ സൈബർ പട. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോൺ എന്ന മത്സ്യത്തൊഴിലാളിയുടെ മകൾ ജിജിക്കെതിരെയാണ് കോൺഗ്രസ് പ്രൊഫൈലുകൾ അതിരൂക്ഷമായ അധിക്ഷേപം അഴിച്ചുവിട്ടത്. ഭരണകൂടത്തിന്റെ അലംഭാവത്തെയും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിരുത്തരവാദപരമായ വാക്കുകളെയും ചോദ്യം ചെയ്തതാണ് ജിജി ചെയ്ത തെറ്റ്. തീരദേശവാസികളെയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും വോട്ട് ബാങ്ക് മാത്രമായി കാണുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമാണ് ഈ അസഹിഷ്ണുതയിലൂടെ പുറത്തുവരുന്നത്. ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കാനും ഒപ്പം നിൽക്കാനും മാന്യത കാണിക്കാത്ത കോൺഗ്രസ് ഭരണകൂടം ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ സൈബർ ഗുണ്ടകളെ വിട്ട് നിശബ്ദരാക്കാനാണ് ശ്രമിക്കുന്നത്. സംഭവത്തിന് കാരണം മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ജോണിന്റെ വീട് സന്ദർശിച്ചതാണ്. ദുരന്തത്തിന്റെ നിഴലിൽ കഴിയുന്ന ആ കുടുംബത്തിന് ആശ്വാസമേകാനെത്തിയ പ്രതിപക്ഷ നേതാവിനെ നന്ദിയോടെയും മാന്യതയോടെയും ഒരു ചിരിയോടെ സ്വീകരിച്ചതിനാണ് ജിജിയെ കോൺഗ്രസുകാർ സൈബർ ഇടങ്ങളിൽ ക്രൂരമായി ആക്രമിച്ചത്. നല്ല കമ്മിയാണ് എന്ന് ആ ചിരി കണ്ടാൽ അറിയാം. അച്ഛൻ നഷ്ടപ്പെട്ട വേദനയൊന്നുമില്ലാത്ത കമ്മിണി തുടങ്ങിയ സ്ത്രീത്വത്തെയും ഒരു മകളുടെ അതിതീവ്രമായ സങ്കടത്തെയും പോലും അങ്ങേയറ്റം നീചമായ ഭാഷയിലാണ് അവർ അധിക്ഷേപിച്ചത്. തങ്ങളുടെ പരാജയങ്ങളും വീഴ്ചകളും മറച്ചുവെക്കാൻ ഒരു ഇരയുടെ മേൽ വിഷം തുപ്പുന്ന കോൺഗ്രസ് സൈബർ സംഘത്തിന്റെ ഈ നിലപാട് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ഭരണത്തിന്റെ തണലിൽ എന്തും വിളിച്ചു പറയാമെന്ന ധാർഷ്ട്യമാണ് ഇവരെ ഭരിക്കുന്നത്. സർക്കാരിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും നിഷ്ക്രിയത്വത്തിനെതിരെ തുടക്കം മുതലേ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തിരച്ചിലിൽ ആദ്യഘട്ടത്തിലുണ്ടായ വൻ അലംഭാവം ചോദ്യം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയത് തീരദേശ സമൂഹത്തെ ഒന്നാകെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയായിരുന്നു. കടലിൽ ആളുകൾ കാണാതാകുന്നത് ഇതാദ്യമായിട്ടാണോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് ജിജി ധീരമായി ആവശ്യപ്പെട്ടു. പറഞ്ഞതിൽ ഉറച്ചു നിന്നു. എന്നാൽ മാപ്പ് പറയുന്നതിന് പകരം ചോദ്യം ചോദിച്ച പെൺകുട്ടിയുടെ രാഷ്ട്രീയ ലേബൽ പരിശോധിക്കാനും അവരെ അധിക്ഷേപിക്കാനുമാണ് കോൺഗ്രസ് നേതാക്കളും അണികളും സമയം കണ്ടെത്തിയത്. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ഭരണ സംവിധാനവും അതിനെ ന്യായീകരിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പാർട്ടി സംവിധാനവുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണത്. സമാനമായി മുൻപും തീരദേശത്തുണ്ടായ ദുരന്തങ്ങളിൽ ആശ്വാസവുമായി എത്തിയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഷ്ട്രീയ ലാഭത്തിനായി വളഞ്ഞിട്ട് ആക്രമിച്ച ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. അന്ന് തീരദേശത്തിന്റെ കണ്ണീരിനെ രാഷ്ട്രീയ ആയുധമാക്കിയവർ ഇന്ന് സ്വന്തം ഭരണത്തിൽ 3 ജീവനുകൾ കടലിൽ കാണാതായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ തിരച്ചിൽ ഏകോപിപ്പിക്കാൻ പോലുമാകാതെ പരാജയപ്പെട്ടിരിക്കുകയാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ ശേഷം അവരുടെ ജീവനും കുടുംബത്തിനും ഒരു വിലയും നൽകാതെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന പെൺകുട്ടികളെ സൈബർ ഇടങ്ങളിൽ വ്യക്തിഹത്യ നടത്തുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരം അറപ്പുളവാക്കുന്നതാണ്. ഈ ക്രൂരതയ്ക്ക് തീരദേശത്തെ ജനങ്ങളും കേരള പൊതുസമൂഹവും വരും ദിവസങ്ങളിൽ ശക്തമായി മറുപടി നൽകുമെന്നതിൽ സംശയമില്ല.